ആരെയും കാണുന്നില്ല. ചിലപ്പോ എവിടെയെങ്കിലും പോയതായിരിക്കും. ഞാൻ അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ തന്നെ. ആ വന്ദനെ, അമ്മയെ വിളിക്കണ്ട, മീനാക്ഷി വിളിക്കും. വന്ദനെ, മീനാക്ഷിയുടെ ഫോൺ അകത്തിരുന്ന് റിങ് ചെയ്യുന്നു. മീനാക്ഷി ഫോൺ എടുക്കാതെ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. ജഗ, ഞാൻ പറഞ്ഞില്ലേ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് പേടിയൊന്നും ജഗ. എനിക്ക് അച്ഛനും അമ്മയും കാണണം. വന്ദനെ, ഇവിടെ പാർക്കൊന്നും സംഭവിച്ചിട്ടില്ല. നീ വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ എവിടെ? ജഗ ജഗ, എനിക്ക് ഇപ്പൊ തന്നെ അച്ഛനും എന്താ പറ്റിയെന്നോ? ഇനി എന്താ പറ്റാൻ? പെൺമക്കളെ മര്യാദയ്ക്ക് വളർത്തേണ്ടത് തന്തമാരല്ല, തെറ്റിട്ട തള്ളയാ. പഠിക്കാൻ ഇറങ്ങിപ്പോകുമ്പോ അവള് പഠിക്കാനാണോ പ്രേമിക്കാനാണോ പോകുന്നെന്ന് നീ തിരക്കണമായിരുന്നു. അവൾക്ക് ഒരു അലവലാതി ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതിന് ശേഷമാണ്. ഭാര്യയെ നീ വരെ എന്നിൽ നിന്നും അത് ഒളിച്ചു വെച്ചു. എടി, നേരത്തെ കൂട്ടി എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അവനെ കൊന്നിട്ടാണെങ്കിൽ ആ വൃത്തികെട്ടവനെ ഞാൻ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേനെ. അതിനിവിടെ എന്താ ഇത്രമാത്രം സംഭവിച്ചേ? നിന്റെ മരുമകൻ എന്നെ നാണം കെടുത്താൻ കൂലിപ്പണിക്ക് പോവുക. എടി, ഇതിൽ പരി എന്ത് നടക്കാനാ വരേണ്ടത്? ഈ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എനിക്ക് വരാനുള്ളത് എന്നെ തകർക്കാൻ അവൻ ബോധപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുന്നതാ. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ കരുണാരക്കുറിപ്പില്ല. രണ്ടിലൊന്ന് നിനക്ക് തീരുമാനിക്കാം. രണ്ടിലൊന്നോ എന്ന് വെച്ചാ? ഒന്നുകിൽ ഹരിതയും മനോജുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി വേർപെടുത്തണം. മനസ്സിലായില്ലേ? ഇടി കോപ്പറേറ്റ് ഡിവോഴ്സ് എന്ന്. അല്ലെങ്കിൽ അവനെ കൊന്നിട്ട് നിന്റെ കെട്ടിയോന്റെ ജയിലിലേക്കുള്ള പോക്ക്. എന്തൊക്കെയാ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നേ? മനോജിന്റെ കുഞ്ഞല്ലേ ഹരിതയുടെ വയറ്റിലുള്ളത്. ഹരിതയുടെ ഇപ്പോഴത്തെ അവസ്ഥയില് അവൾ ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ അത് അവളുടെ മാനസിക നിലയെ തന്നെ ബാധിക്കും. ശ്യാമി, ഞാൻ വിക്രമിന്റെ മുന്നിൽ പെട്ടിരിക്കുകയാണ്. അയാൾക്ക് എന്നോട് സംസാരിക്കണമെന്ന്. ഓഫീസിനടുത്തുള്ള പാർക്കിലുണ്ടാവും. ശ്യാം എത്രയും പെട്ടെന്ന് വന്ന് എന്നെ രക്ഷപ്പെടുത്തണം. പക്ഷേ എങ്ങനെയെങ്കിലും വിക്രമിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹലോ അബി, ഞാൻ വരാൻ കുറച്ച് വൈകും. ഒരു എമർജൻസി കേസാണ്. കാര്യമൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ചിലപ്പോ നിന്റെ സഹായം എനിക്ക് വേണ്ടി വരും. ചെറിയൊരു കൊട്ടേഷൻ ഏറ്റെടുക്കേണ്ടി വരും. നീ ആ തോട്ടപ്പള്ളി മനോജിനെയും കൂട്ടരെയും സെറ്റാക്കി വെച്ചോ. ശരി. എങ്ങോട്ടാടാ തുള്ളിച്ചാടി? അച്ഛനോ? ഏത് രീതിക്കാടാ ഞാൻ നിന്റെ അച്ഛനാവുന്നത്? കണ്ട തോട്ടിപ്പണിക്കൊക്കെ കിടക്കുന്ന നിന്നെപ്പോലുള്ള പരമചറ്റ. ഇല്ലാത്ത ബന്ധത്തിന്റെ പേരിൽ അച്ഛനെങ്ങാനും എന്നെ വിളിച്ചാൽ കൊല്ലും നിന്നെ ഞാൻ. അമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ? എടാ, അന്തസ്സും ആഭിജാത്യവും പെരുമയുമുള്ള ഈ കരുണാരക്കുറിപ്പിനെ അപമാനിക്കാൻ, എന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ നീ കൂലിപ്പണിക്കിറങ്ങിയിരിക്കുന്നു. എന്റെ മോൾ അറിഞ്ഞോ? ഇവൻ രാവിലെ ഒരുങ്ങിക്കെട്ടി പോകുന്നതേ കട്ട ചുമക്കാനാ.
അല്ല, നിന്നോട് ഇതുവല്ലവും പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. ജനിപ്പിച്ച തന്തയോടും തള്ളയോടും നീതി കാണിക്കാത്തവനാണോ സ്വന്തം ഭാര്യയോട് നീതി കാണിക്കുന്നത്? കക്കാനല്ലല്ലോ പോയത്, കട്ട ചുമക്കാനല്ലേ. കണ്ട അലവലാദികൾക്കൊപ്പം തെണ്ടി നടക്കുന്ന നീ ഞെളിഞ്ഞു നിന്ന് വീരവാദം പറയുന്നു. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. ഇനി ഈ നിൽക്കുന്ന എന്റെ മകളുമായിട്ട് നിനക്ക് ഒരു ബന്ധവുമില്ല. അത് പറയേണ്ടത് ഹരിതാന്നാവും. എന്നാ ഞാൻ പറയുന്ന എന്റെ മകളുടെ തീരുമാനം. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. വേണ്ട, ദേ, ഇത് നമ്മുടെ മോളുടെ ജീവിതമാ. നിങ്ങളത് തകർക്കല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇതെന്റെ വീടാ. എന്നെ അനുസരിക്കുന്നവർ മാത്രം ഇവിടെ നിന്നാ മതി, അല്ലാത്തവർക്ക് ഇറങ്ങാം. ഇറങ്ങടാ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ ഏത് കടത്തിണ്ണയിലാണെങ്കിലും ഡിവോഴ്സ് നോട്ടീസ് അങ്ങ് കയ്യിലെത്തും. ഇനി നീ എന്റെ മകളെ തിരക്ക് ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഈ മുറ്റത്തൊരു കുഴികുത്തി നിന്റെ അന്ത്യകർമ്മം ഞാൻ നടത്തും. പറഞ്ഞ മനസ്സിലായോ? പോടാ.